സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. മുഴുവൻ വൈദ്യുതിയും സൗരോർജ്ജത്തിൽ നിന്ന് സമ്പൂർണ്ണ പരിസ്ഥിതി സൗഹൃദ രാജ്യമാകാൻ വത്തിക്കാൻ സിറ്റി. വത്തിക്കാന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ വൈദ്യുതിയും സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ ജൂൺ 21 ഫ്രത്തല്ലോ സോളെ അഥവാ സൂര്യ സഹോദരൻ എന്ന പേരിൽ എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. റോമിന്റെ പ്രാന്തപ്രദേശത്തുള്ള സാന്താ മരിയ ദി ഗലേറിയയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സൗരോർജ്ജത്തിൽ നിന്ന് ലഭ്യമാക്കുക. ഇതിനായി പ്രത്യേക ഉന്നത ഉദ്യോഗസ്ഥരെയും പാപ്പ നിയമിച്ചു. അവിടെയുള്ള റേഡിയോ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്കു വേണ്ട വൈദ്യുതി ഉൾപ്പെടെ ഇതിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളതാപനം പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതിന്റെയും ആവശ്യകത ചൂണ്ടിക്കാട്ടി 2015 മെയ് 24 ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം പാപ്പ പുറത്തിറക്കിയിരുന്നു. പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളതാപനം പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതിന്റെ ഭാഗമായി പെട്രോൾ പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിലും ഉപയോഗത്തിലും നിയന്ത്രണം കൊണ്ടുവരേണ്ടതിന്റെയും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് ഇതിൽ പരാമർശമുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഒരുക്കിയ ഉടമ്പടി പരിശുദ്ധ സിംഹാസനവും അംഗീകരിച്ചത് 2022 ജൂലൈ 6 പാപ്പ അനുസ്മരിച്ചു. ഇത്തരമൊരു നീക്കം വഴി മറ്റു രാജ്യങ്ങളെപ്പോലെ നമ്മുടെ പൊതുഭവനമായ ഭൂമിക്കും മാനവികതയ്ക്കും നേരെ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഉത്തരവാദിത്വപരമായും തങ്ങളുടേതായ കഴിവനുസരിച്ചും ഉത്തരം നൽകാനുള്ള ശ്രമമാണ് താൻ നടത്തിയതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഹരിതഗൃഹവാതക ഉൽപാദനം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കിയുള്ള വികസന മാതൃകയിലേക്ക് നാം എല്ലാവരും മാറേണ്ടതുണ്ടെന്ന് പാപ്പ തന്റെ അപ്പോസ്തോലിക ലേഖനത്തിൽ എഴുതി. ഭൂമി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെയും ധാർമ്മിക, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ അത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളെയും നേരിടാൻ ആവശ്യമായ സാങ്കേതിക മാർഗങ്ങൾ മാനവ സമൂഹത്തിന് മുന്നിൽ ഉണ്ടെന്നും അത്തരം സാങ്കേതിക മാർഗങ്ങളിൽ അടിസ്ഥാനപരമായ ഒന്ന് സൗരോർജ്ജമാണെന്നും പാപ്പ കുറിച്ചു. ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് വത്തിക്കാൻ രാജ്യത്തിന്റെ ഗവർണറേറ്റിന്റെ പ്രസിഡന്റ് പരിശുദ്ധ സിംഹാസനത്തിന്റെ മുഴുവൻ പൈതൃക സ്വത്തും കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള പ്രസിഡന്റ് എന്ന നിലയിലും വത്തിക്കാൻ രാജ്യത്തിന്റെ സമ്പൂർണ്ണ ഊർജ്ജ ഉൽപാദനത്തിനായുള്ള പദ്ധതി നടപ്പിലാക്കാൻ പാപ്പ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.